ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വലിയ ആൾക്ക് ഒരുപോലെ അടിപൊളിയാട്ടോ. അതേപോലെ തന്നെ ഇതിൽ കൊളസ്ട്രോൾ ഇല്ല, ഭയങ്കര റിച്ച് ഓഫ് ഫൈബർ ഉള്ളതാണ്. പിന്നെ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി, അതിൽ അവരുടെ അച്ഛനും അമ്മമ്മയും ഭയങ്കര യങ് ആണ്, ബിക്കോസ് അവർ ഏത്തപ്പഴം കഴിച്ചിട്ടാണെന്ന്. കാരണം ഏത്തപ്പഴം വളരെയധികം യൂത്താക്കി നിർത്തുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഏത്തപ്പഴം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ 3 വലിയ ഏത്തപ്പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇത് വേണമെന്നില്ല കേട്ടോ, പക്ഷേ പഴം ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. നെയ്യ് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും, കൂടുതലായി പോകണ്ട. ചിലപ്പോൾ നെയ്യ് ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കണം. ഇത് നന്നായി ഒന്ന് വാടി വന്നോട്ടെ, നന്നായിട്ട് വെന്ത് വരണ കറി നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ സാധനം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അത്യാവശ്യം ഒന്ന് വാടി വരട്ടെ. വാടി വന്നതിന് ശേഷം ഞാനിവിടെ ചേർക്കുന്നത് ഒരു അരമുറി തേങ്ങ കേട്ടോ. ഞാൻ 3 വലിയ പഴമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ചെറിയ അരമുറി തേങ്ങയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ, അതിനൊന്നും ഒരു വ്യത്യാസവും. പിന്നെ അവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ പഴത്തിൻ്റെ മധുരം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി മധുരം വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വാട്ടിയെടുക്കാം. തേങ്ങയും പഞ്ചസാരയും പഴമൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണിയെടുക്കേണ്ടത്. അപ്പം സംഭവം ഇവിടെ റെഡിയായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഉടയ്ക്കുന്നത്. ആ ചൂട് തന്നെ ഉടയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും നമുക്ക് പഴം. പിന്നെ അത്യാവശ്യം പഴുത്ത പഴമാണെങ്കിൽ വേഗം ഉടഞ്ഞ് കിട്ടും. പിന്നെ ഒരു ബൗൾ എടുത്തു. അതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ എടുത്തു. അതിലേക്ക് ഞാൻ 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു. നിങ്ങൾക്കിനി മുട്ടയെടുത്ത് മുട്ടയുടെ ടേസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലോ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊടിക്ക് ബേക്കിംഗ് പൗഡർ ഇടാം കേട്ടോ. ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. മാവ് കുറച്ചൊരു സോഫ്റ്റ് ആവും, പൊന്തി വരും. മുട്ട ചേർത്താൽ വളരെ ടേസ്റ്റ് ആട്ടോ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ മുട്ട ചേർത്ത് ചെയ്യുമ്പോഴാണ് അവരുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അത്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ മുട്ട ചേർക്കുക. അതിലേക്ക് ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ആഡ് ചെയ്തത്. പൊടിക്കാതെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ബാറ്റർ ഏത് പാകത്തിലാണ് ആയി വരേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. നന്നായിട്ട് ഒരു കട്ടയൊന്നും കെട്ടാതിരിക്കണം. ഇതുപോലെ ആയി വരിക. ഇങ്ങനെ ബാറ്റർ ഒന്ന് അവിടെ ആക്കി വയ്ക്കാം. അതേപോലെ തന്നെ ആവശ്യമുള്ളത് കേട്ടോ, നമ്മൾ ബ്രെഡ് ക്രംസും എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ഇങ്ങനെ പൊടിയാക്കിയത് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ മുന്തിരിയോ നമ്മുടെ ഉണക്കമുന്തിരിയോ എന്ത് വേണമെങ്കിലും അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കടിച്ച് കഴിക്കുമ്പോൾ. അതിനുശേഷം ഇതുപോലെ ഉരുളകളാക്കി എടുക്കുക. നമ്മുടെ പഴം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഷേപ്പും മാറ്റിയെടുക്കാം. ഹാർട്ട് ഷേപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ റസ്ക്കാണ്. റസ്ക് ഇവിടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. റസ്ക് ഞാനൊരു പാക്കറ്റ് റസ്കിൻ്റെ പകുതി പാക്കറ്റോളം എടുത്ത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ ആവശ്യത്തിന്, ഈ ഒരു പഴത്തിൻ്റെ ആവശ്യത്തിന്. അതിനുശേഷം നമ്മുടെ ആ ബാറ്ററിലേക്ക് നമ്മുടെ പഴത്തിൻ്റെ ആ ഉരുളം മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്ന പോലെ കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാതെ മൈദയിൽ മുക്കി തന്നെ പൊരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ബ്രെഡ് ക്രംസിൽ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ബാറ്റർ മുക്കി എടുത്തിരിക്കുന്ന നമ്മുടെ ഈ പഴം ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഉള്ളൊക്കെ വെന്തതായതുകൊണ്ട് പുറമേ ഉള്ള ആ ഒരു മൈദയുടെയും റസ്കിൻ്റെയും കൂട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ കളറ് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം, അല്ലെങ്കിൽ ലൈറ്റ് കളറാക്കി എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറാക്കി എടുക്കാം കേട്ടോ. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴംപൊരിയുടെയൊക്കെ അതുപോലത്തെ ടേസ്റ്റാണ്, പക്ഷേ തേങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.